മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന് സ്ഥിരീകരണം കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ വാർത്തയാണ്. അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല. വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് ADGP ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല, പരസ്യമായി പറഞ്ഞിട്ടില്ല. ആ വാർത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, വാർത്തയുടെ അടിസ്ഥാനത്തിൽ. ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം. അല്ലാതെ കേവലം നമ്മൾ വാർത്ത കേട്ട ഉടനെ തന്നെ ചാടിക്കേറി അതിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വാർത്തയോടുള്ള പ്രതികരണമാണ്. ഇനി വസ്തുതകളോടുള്ള പ്രതികരണം വസ്തുതകൾ വരുമ്പോൾ പറയും. പിന്നെ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ, ഇപ്പോൾ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ, അപ്പോൾ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ RSS നേതാക്കന്മാരെ കണ്ടതാണല്ലോ നിങ്ങൾ പറയാറ്. ഈ പൂരം കലക്കാൻ RSS നേതാക്കന്മാരെ പോയി കാണാമെന്ന് പറഞ്ഞാൽ RSS നേതാക്കന്മാർ പൂരം കലക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ അവർ തടയണ്ടേ? പൂരത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ. പൂരം കലക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയാൽ ജയിക്കുമെന്നുള്ള താല്പര്യം ആരുടെ താല്പര്യമാണ്? അത് RSS താല്പര്യമാണ്. അപ്പോൾ ഇവിടുത്തെ തൃശ്ശൂർക്കാരായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം, പൂരം ആര് കലക്കിയെന്ന് അറിയില്ലാണ് പ്രശ്നം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വരാനാണ് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഞാൻ പറയാൻ കാരണം. ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് നിങ്ങളെല്ലാം പറയുന്നത് എന്താണ്? RSSുമായിട്ട് കൂടാലോചന നടത്തി. RSS കൂടാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ RSS ഒരു ഭാഗത്ത് കൂടാലോചനയ്ക്ക് പങ്കാളിയായി നിങ്ങൾ കൺഫേം ചെയ്തിരിക്കല്ലേ? അല്ല, മറുഭാഗം അന്വേഷിക്കട്ടെ. നിങ്ങൾ പറയുന്നല്ലേ ഇത്? അല്ല, മറ്റേ നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പോലീസിനെ പറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ സംശയമില്ലാത്ത കാര്യമല്ലേ? പിന്നെ നിങ്ങൾ രാഷ്ട്രീയമായ പല കാര്യങ്ങളും പറയാനും ഞാൻ മറുപടി അറിയിപ്പോൾ ഉദ്ദേശിക്കുക. എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോൾ ഈ വാർത്തയുടെ മാത്രം പശ്ചാത്തലത്തിൽ ഇത് ഗൗരവതരമായ കാര്യമാണെന്നുള്ള പ്രതികരണം മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും എനിക്കിപ്പോൾ നടത്താൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവർ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പറഞ്ഞു, തൃശ്ശൂർ പൂരം ഉൾപ്പെടെ പറഞ്ഞു. ഇതിനോടൊന്നും ADGP ഒന്നല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീഗൽ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല. വളരെ നിശബ്ദമായിരിക്കും. മാത്രമല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ട് ഇദ്ദേഹം അന്ന് 2023 വന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ നേരത്തെ പോലീസും RSSും ചേർന്ന് പൂരം തകർത്തു എന്നുള്ളൊരു ആരോപണം അത് ശരിവെക്കുന്നതല്ലേ? അല്ല, നിങ്ങളിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നു എന്ന് നിങ്ങൾ പറയുന്നതാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊന്നും എനിക്കറിയോ? ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്താലല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. സ്ഥിരീകരിക്കാവുന്ന വസ്തുതകൾ എൻ്റെ മുമ്പിലില്ല. ഞാനിപ്പോഴും ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലും വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരാളാണ്, രാഷ്ട്രീയമായിട്ടും അതിൻ്റെ മറ്റെല്ലാ അർത്ഥത്തിലും വ്യക്തിപരമായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇതൊരു ജനങ്ങളും നിങ്ങൾ മീഡിയകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഉദ്യമം ആ വിവരം ജനങ്ങൾ അറിയട്ടെ എന്നുള്ളതാണ്. ഇതിപ്പോൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ആരാണെങ്കിലും ഇപ്പം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ വിവരം പുറത്തുവിടണമെന്നും അതെന്താണ് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ പറയാൻ കാരണം അത് ഗൗരവതരമായ റിപ്പോർട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ആളാണ് RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ആരോപണം വരുന്നത്. അല്ല, അത് ഞാനതുകൊണ്ട് അതിനെപ്പറ്റി അതിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക്. ആ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പുറത്തു വരട്ടെ. അപ്പം നമുക്ക് പറയുന്നതാണ് ഉചിതം. ഇവിടുത്തെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഇപ്പോഴും ഇവിടുത്തെ BJP RSS നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് അത് അലങ്കോലപ്പെടുത്തിയത് VS സുനിൽകുമാറും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി ചെയ്ത കാര്യം എന്നാണ് പറയുന്നത്. ആരുടെ വിജയത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, ഇത് BJPയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് പൂരം അലങ്കോലപ്പെടുത്തിയെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ എന്തായാലും ഒരു കക്ഷി നമുക്കിപ്പോൾ വളരെ ക്ലിയറാണ്. രണ്ടാമത്തെ കക്ഷി എന്താണെന്നുള്ള അന്വേഷിച്ച് വരട്ടെ, അപ്പോൾ നമുക്ക് പറയാം. നിങ്ങളും അന്വേഷിക്കും. നിങ്ങൾ വെറുതെ വാർത്തകൾ പറഞ്ഞു എന്നുള്ള പറഞ്ഞാൽ മാത്രം എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായ വസ്തുതകളും അതിൻ്റെ രേഖകളും പുറത്തു വരട്ടെ. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഊനം തട്ടുന്ന ഒന്നും ഇവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് ഇതിൻ്റെ ഒരു പേരിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ 3,37,000 വോട്ട് എനിക്ക് കിട്ടിയത്
ഈ തൃശ്ശൂർ ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് CPIയുടെയും CPMന്റെയും സാധാരണ പാവപ്പെട്ട സഖാക്കൾ രക്തവും വിയർപ്പും ഒഴുക്കി കിട്ടിയ വോട്ടാണ്. ആ വോട്ടിന് വില മതിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ജനങ്ങൾ എനിക്ക് നൽകിയ വോട്ടാണ്. ഞാൻ തോറ്റോ ജയിച്ചോ എന്നുള്ള വിഷയമല്ല. പക്ഷെ ഇവിടെ ഒരു പരാജയം ഉണ്ടാകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവച്ചിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിലുണ്ടായിരിക്കുന്ന അലങ്കോലപ്പെടുത്തലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലൊരു കക്ഷി ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. മറ്റേ കക്ഷിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മറ്റേ കക്ഷി ഇതിൽ പങ്കെടുത്ത എല്ലാവരും വരണമല്ലോ. ഒരു കക്ഷി മാത്രമല്ല ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഗുണഭോക്താക്കൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും എന്നെ പോലെയുള്ള ആളുകൾ ഇലക്ഷൻ മത്സരിച്ചൊരു ഞാൻ മത്സരിച്ചൊരു ഇലക്ഷൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് പഴി കേട്ടു. നിങ്ങൾ മീഡിയകൾ അടക്കമുള്ള ആളുകൾ അന്ന് എടുത്ത സമീപനം എന്തായിരുന്നു? ആ തെരഞ്ഞെടുപ്പിലെ എന്താണ് പൂരം കലക്കുന്നതിൽ നമ്മളെയൊക്കെ നിഴൽ നിർത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ മീഡിയകളടക്കം നടത്തിയിട്ടുണ്ട് അന്ന് കാലത്ത്. ഞാനത് അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കൊരു ആത്മാർത്ഥതയുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിന് സത്യം പുറത്തു വരണം എന്നുള്ളതാണ്. രാഷ്ട്രീയത്തെ പറ്റി ഞാനിപ്പോൾ സംസാരിക്കില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ജയ്സൺ, ഞാൻ പറയട്ടെ ഇനി നിങ്ങൾ എന്നോട് കൂടുതൽ ചോദിക്കണം. അല്ല, ഞാനിപ്പോ നിങ്ങളിപ്പോ ഞാൻ നിങ്ങൾ എന്നോട് എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ അതിന് രാഷ്ട്രീയമായ ഒരു മറുപടി ഇപ്പൊ പറയില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞിടത്തോളം കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. ഇല്ല, ഞാൻ ഇന്ന് രാവിലെയും മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ എനിക്ക് ഉടനെ തന്നെ അതിന്റെ മറുപടി കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 3 ദിവസം ഒരു വലിയ ദിവസമല്ല. ആ 3 ദിവസം എന്താണെന്ന് അറിയട്ടെ, അറിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. അല്ല, നിങ്ങൾക്കൊരു വിവരാവകാശം വെച്ച് ചോദിക്കാലോ, അപ്പൊ നിങ്ങൾക്ക് കിട്ടില്ല. അല്ല, അതിന് മുമ്പ് ഞാൻ മേടിച്ചു തരാം, നിങ്ങൾ പേടിക്കണ്ട. അത് വരട്ടെ വരാം. അല്ല, നിങ്ങളൊരു പിന്നെ ഒരു എന്താ പറയാ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കർത്തരി കർമ്മണി പ്രയോഗം എന്ന് പറയുന്ന സംസ്കൃതത്തിലെ കർത്തരി കർമ്മണി പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയാൻ പറ്റില്ല ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ. അപ്പോൾ ഒരു കർത്തരി കർമ്മണി പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല. എനിക്ക് മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങൾ എവിടെയൊക്കെ അഭിപ്രായം പറയാം, എവിടെ വരെ അഭിപ്രായം പറയാം എന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. അപ്പം അതനുസരിച്ചുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വാർത്ത ശരിയാണെങ്കിൽ, വാർത്ത വസ്തുതാപരമാണെങ്കിൽ അത് വളരെ അതീവ ഗൗരവമുള്ള കാര്യമാണെന്ന് ഞാനിപ്പോൾ പറയുന്നു. ഓക്കെ.